Hi friends, welcome back to Bilingua tutorial. And നമ്മൾ noun എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ സിംഗുലർ ടു പ്ലൂറൽ, സിംഗുലറിനെ എങ്ങനെ പ്ലൂറൽ ആക്കാം എന്നുള്ളത് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ ടുഡേയ്സ് ടോപ്പിക് ഇസ് ഹൗ വി ക്യാൻ മേക്ക് പ്ലൂറൽ ഫ്രം സിംഗുലർ. നോർമലി നമുക്ക് പ്ലൂറൽ ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എസ് ആഡ് ചെയ്യുക എന്നതേ ചെയ്യാനുള്ളൂ. സോ ഫസ്റ്റ് റൂൾ ഇസ് ടു മേക്ക് പ്ലൂറൽ വി ക്യാൻ ആഡ് S to the singular form. For example, boy, boys, pen, pens, river, rivers, student, students. Second rule says that some nouns ending with s, ch, sh, oh, for these all kind of nouns we have to add es in the end. ഇങ്ങനെ എസ്സിലും എസ് എച്ചിലും സി എച്ചിലും ഓയിലും എക്സിലും ഒക്കെ അവസാനിക്കുന്ന നൗൺ ആണെങ്കിൽ അതിൻ്റെ എൻഡിൽ ഇ എസ് ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. ഫോർ എക്സാമ്പിൾ ബെഞ്ച്, ബെഞ്ചസ്, ക്ലാസ്, ക്ലാസസ്, ബ്രഷ്, ബ്രഷസ്, മാംഗോ, മാംഗോസ്, ബോക്സ്, ബോക്സസ്. തേർഡ് റൂൾ സേസ് ദാറ്റ് സം നൗൺസ് എൻഡിങ് വിത്ത് ഐ preceded by consonant sounds form their plural by adding that y into I and adding es in the end. That means y becomes ies. For example, baby, babies, city, cities. ഇവിടെ നോക്കുക, ബേബി എന്നുള്ള ആ വൈ മാറിയിട്ട് ബേബീസ് എന്നുള്ള ies ആയി. സിറ്റി എന്നുള്ള സിറ്റിയുടെ ആ വൈ മാറിയിട്ട് സിറ്റീസ് എന്നുള്ള ies ആയി. Then fourth one says that some nouns which are ending with y and preceded by a vowel sound such as a, e, I, o, u, it is usually added yes to the end of these words to make plural. Normally y-യിൽ അവസാനിക്കുന്ന വേർഡ് വൈക്ക് തൊട്ട് മുമ്പുള്ളത് ഒരു വവൽ സൗണ്ട് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന വൈ സൗണ്ടിൻ്റെ കൂടെ ഒരു യെസ് മാത്രം ചേർത്താൽ മതി ആ വേർഡിൻ്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ. ഫോർ എക്സാമ്പിൾ ബോയ്, ബോയ്ക്ക് നോക്കുക, ആ വൈക്ക് തൊട്ട് മുമ്പ് ഓ സൗണ്ടാണ്. സോ ഇറ്റ് ഈസ് വവൽ സൗണ്ട്. സോ ബോയ് എന്നുള്ളത് ബോയ്സ് ആയി മാറുന്നു. കീ, കീസ്. ദെൻ ഡേ, ഡേയ്സ്. നോക്കുക, ഇതിലൊക്കെ ആ വൈക്ക് തൊട്ട് മുമ്പുള്ളത് വവൽ സൗണ്ടാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്താൽ മാത്രം മതി. ദെൻ ഫിഫ്ത്ത് rule says that some noun forms ending with f or fe forms their plural by changing that f and fe into v and adding es. അതായത് ഈ എഫോ എഫ്ഇയോ മാറിയിട്ട് വി ഇ എസ് ആയി മാറുന്നു. ചില നൗണിന് അതിൻ്റെ എഫ് വെച്ചോ എഫ് ഇ വെച്ചോ അവസാനിക്കുന്ന നൗൺ ഫോം ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ ഉണ്ടാക്കാൻ ഈ എഫിനെയും എഫ് ഇയെയും നമുക്ക് വി ആയിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. ദെൻ വി ഹാവ് ടു ആഡ് ഇ എസ്. സോ എഫ് വെച്ച് അവസാനിക്കുന്ന അല്ലെങ്കിൽ എഫ് ഇ വെച്ച് അവസാനിക്കുന്ന നൗണിനെ നമ്മൾ പ്ലൂറൽ ആക്കുമ്പോൾ വി ഇ എസ് അവസാനം വരുന്നു. ഫോർ എക്സാമ്പിൾ ലൈഫ്, ലൈവ്സ്, ലീഫ്, ലീവ്സ്. ഓക്കെ. ദെൻ sixth rule. A few noun forms change their singular into plural by changing the inside vowel in that word. ഇൻസൈഡ് വവൽ ചേഞ്ച് ആക്കിയിട്ട് പ്ലൂറൽ ഫോം വരുന്ന ചില വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാൻ, മാൻ എന്നുള്ളത് MAN. അതിൻ്റെ പ്ലൂറൽ എഴുതുമ്പോൾ ആ ഇൻസൈഡ് വവൽ അവിടെ ഉള്ളത് ഏതാ? മാനിൽ MAN, എ എന്നുള്ളതാണ്. സോ അവിടെ ആ എ മാറിയിട്ട് ഇ ആയി വരുന്നു. സോ മാൻ ബിക്കംസ് മെൻ. ദെൻ വുമൺ ബിക്കംസ് വിമൻ. അവിടെയും ഇൻസൈഡ് വവലാണ് ചേഞ്ച് ആവുന്നത്. Seventh rule says that a few nouns make their plural form by adding en to the singular word. For example, ox, ox becomes oxen. Child, child becomes children. അവിടെ ഒരു r എക്സ്ട്രാ വരുന്നുണ്ട്. എനിഹാവ് en ആണ് എൻഡ് ചെയ്യുന്നത്. Then eighth one, some nouns have the same form in singular as well as in plural. ചില നൗണിന് സിംഗുലറിലും പ്ലൂറലിലും ഒരേ ഫോമാണ് ഉള്ളത്. ഒരേ വേർഡ് തന്നെ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഷീപ്പ്, ഷീപ്പിൻ്റെ പ്ലൂറലും ഷീപ്പ് തന്നെയാണ്. ഫർണിച്ചർ, അതിൻ്റെ ഫർണിച്ചറിൻ്റെ പ്ലൂറലും ഫർണിച്ചർ തന്നെയാണ്. ദെൻ
സംതിങ് അബൌട്ട് കോമ്പൗണ്ട് നൗൺ ഫോംസ്. ഞാൻ കോമ്പൗണ്ട് എന്നും അങ്ങനെയൊക്കെ പേര് മാറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പോയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നൗണിൻ്റെ ക്ലാസ് കാണുക, എന്നിട്ട് ഇതിലേക്ക് വരിക. നൗൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. സോ നയൻത്ത് വൺ സേസ് ദാറ്റ് കോമ്പൗണ്ട് നൗൺസിൻ്റെ പ്ലൂറൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? സോ compound nouns forms their plural by making plural form of the principal word. Principal wordൻ്റെ plural form ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ compound noun formൻ്റെ plural നമ്മൾ എഴുതുന്നത്. For example, son-in-law becomes sons-in-law. Daughter-in-law becomes daughters-in-law. Then editor-in-charge becomes editors-in-charge. അതിലൊക്കെ ആ റൂട്ട് വേർഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വേർഡിനാണ് നമ്മൾ പ്ലൂറൽ എഴുതിയത്. Then next rule, 10th rule is there are some compound words or compound nouns which form their plural by taking double plural. രണ്ട് പ്ലൂറൽ വരുന്ന ചില കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, man servant becomes men servants. അതിൽ ആ കോമ്പൗണ്ട് വേർഡിൻ്റെ രണ്ട് വേർഡിൻ്റെയും പ്ലൂറൽ നമ്മൾ എടുക്കുന്നു. ഓർ വുമൻ servant becomes women servants. Next rule says that some nouns in plural form are used in singular too. കാഴ്ചയിൽ നമുക്ക് തോന്നും ഇറ്റ് ഇസ് പ്ലൂറൽ, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് സിംഗുലർ. ചിലത് പ്ലൂറൽ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും സിംഗുലറിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മാത്തമാറ്റിക്സ്, അതിന് CS എന്ന് തന്നെയാണ് അതിൻ്റെ പ്ലൂറലും അങ്ങനെ തന്നെയാണ് വരിക. ദെൻ ന്യൂസ്, അതിന് ന്യൂസിന് ന്യൂസ് എന്ന് തന്നെ നമ്മൾ പറയാറുള്ളൂ. അനദർ ഇറ്റ് ഈസ് സം കളക്റ്റീവ് നൗൺസ് ആർ സിംഗുലർ ഇൻ ഫോം ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പ്ലൂറൽ. കാഴ്ചയിൽ സിംഗുലർ ആണത്, പക്ഷേ നമ്മളതിനെ പ്ലൂറലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് പ്ലൂറൽ ഫോമാണ്. ഫോർ എക്സാമ്പിൾ, കാറ്റിൽ, ഹേർഡ് എന്നൊക്കെ പറയുന്നത് പിന്നെയും ഹേർഡ്സ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് പ്ലൂറലാണ്. സം നൗൺ ഫോംസ് ആർ ഓൾറെഡി ഇൻ പ്ലൂറൽ ഫോമിലായിരിക്കും ബിക്കോസ് ദേ ആർ ഓൾവേസ് ഇൻ പെയർ. അത് പെയർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അത് പ്ലൂറൽ ഫോമിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, സിസേഴ്സ്, പാൻസ്, ട്രൗസേഴ്സ്, ഇതൊക്കെ തന്നെ പ്ലൂറലാണ് ആയിട്ട് തന്നെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു സിംഗുലർ ഫോം ഇല്ല. സിസേഴ്സ് എന്ന് തന്നെ നമ്മളത് യൂസ് ചെയ്യുള്ളൂ, പാൻസ് എന്നും അല്ലെങ്കിൽ ട്രൗസേഴ്സ് എന്നും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് സീംസ് ടു ബി ജസ്റ്റ് ലൈക്ക് പെയർ ആയിട്ടാണ് എപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റൂൾ സേസ് ദാറ്റ് സം നൗൺസ് ഹാവിങ് 2 plural forms വിത്ത് ഡിഫറെൻറ്റ് മീനിങ്. ചില നൗൺസിന് 2 plural forms ഉണ്ടാകും, പക്ഷേ ആ 2 plural ഫോമിലും ഡിഫറെൻറ്റ് മീനിങ് ആണ് അതിന് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ക്ലോത്ത് എന്നുള്ള വേർഡിന് 2 plural ഫോം ഉണ്ട്. വൺ ഇസ് വിത്ത് എസ് ആൻഡ് അനദർ ഇസ് വിത്ത് ES. ഈ എസ് ചേർത്തിട്ടുള്ള ക്ലോത്തിൻ്റെ പ്ലൂറൽ ഫോം, അതായത് ക്ലോത്ത്സ് എന്നുള്ളതിൽ തുണി കഷ്ണങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. പീസ് ഓഫ് ക്ലോത്ത് എന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ ക്ലോത്ത്സ് എന്നുള്ള ES ചേർത്തിട്ടുള്ളത് വെറൈറ്റി ഓഫ് ഡ്രസ്സ് അല്ലെങ്കിൽ ഉടുപ്പുകൾ എന്നുള്ളതാണ് മീനിങ്. ദെൻ നെക്സ്റ്റ് വൺ, 15th one says that some nouns have one meaning in singular form and another meaning in plural form. ചില നൗണിന് സിംഗുലർ ഫോമിൽ ഒരു മീനിങ്ങും പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ വേറൊരു മീനിങ്ങും കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, മാനർ എന്നുള്ള സിംഗുലർ വേർഡിനെ നമ്മൾ പ്ലൂറലിലേക്ക് ആക്കുമ്പോൾ മാനേഴ്സ് എന്നാകുന്നു, അതിൻ്റെ മീനിങ്ങും മാറുന്നു. മാനർ എന്ന് പറയുമ്പോൾ അതിന് രീതി എന്നോ വിധം എന്നോ ഉള്ള മീനിങ് ആണുള്ളത്. മാനേഴ്സ് എന്ന് പറയുമ്പോൾ വിധങ്ങൾ, മര്യാദ എന്നുള്ള മീനിങ്ങും കൂടെ അതിന് വരുന്നു. ദെൻ അനദർ വേർഡ് ഇസ് കസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പതിവ് എന്നുള്ള മീനിങ്ങിലാണ് കസ്റ്റം വരുന്നത്. ദെൻ അതിൻ്റെ പ്ലൂറൽ വരുമ്പോൾ കസ്റ്റംസ് എന്ന് വരുന്നു. സോ അവിടെ പതിവുകൾ എന്ന് മാത്രമല്ല എന്താ പറയുക, ചുങ്കം എന്നുള്ള മീനിങ്ങും കൂടെ വരുന്നുണ്ട്. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ചുങ്കം എന്നുള്ള മീനിങ് അല്ലെങ്കിൽ ടാക്സ് എന്നുള്ള മീനിങ്ങും കൂടെ വരുന്നുണ്ട്. സോ ദീസ് ആർ ദ റൂൾസ് റിലേറ്റഡ് ടു മേക്കിംഗ് പ്ലൂറൽ നമ്മൾ സിംഗുലറിനെ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ഇതൊക്കെയാണ്. ദെൻ ഐ തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. ആൻഡ് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ദെൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്.